DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം മുംബൈ ഇന്ത്യൻസ് അത്രയും ശക്തമായിട്ട് തന്നെയാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പോയിന്റ് ടേബിൾ കിടന്ന് ആറാടുകയും വമ്പ് കാണിക്കുന്ന ചില ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ മറുപടിയായിട്ട് മുംബൈ ചെന്നൈ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണ് അവിടെ കിടന്ന് ആളാകാൻ നോക്കുന്നത്? ആരും ആളാകത്തില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ചെന്നൈ ഈ പ്രാവശ്യം ലാസ്റ്റ് ആണ്. എങ്കിലും അടുത്ത സീസണുകളിലൊക്കെയും ഈ പറയുന്ന പോലെ ചെന്നൈയും മുംബൈയൊക്കെയും ഈ പറഞ്ഞ വളരെ ശക്തമായിട്ട് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇത്തവണ മുംബൈയുടെ തിരിച്ചുവരവ് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. മുംബൈ തോറ്റു തുടങ്ങുന്ന മുംബൈയെ ഭയക്കണം. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അത് മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ പലരും പറയുന്നുണ്ട്, നിങ്ങൾ പണ്ടെങ്ങാണ്ടോ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ. പണ്ടൊന്നും അല്ല. ഈ പറയുന്ന പല സീസണുകളിലും നമ്മൾ ഇതുപോലെ ഈ പറയുന്ന തോറ്റ് കിടന്നിട്ട് അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. കാരണം അവര് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, തിരിച്ചു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ എതിർ ടീമിനെ പക്കയായിട്ട് പഠിച്ച് അവിടെ എങ്ങനെയാണ് ചെയ്തത്. ഇപ്പൊ ഈ മത്സരത്തിൽ ഹൈദരാബാദിന്റെ തട്ടകത്തിൽ ഈ പറഞ്ഞ ഹൈദരാബാദിനെ 143 റൺസിന് ഒതുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഏത് ടീമിന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്? അങ്ങനെ ആർക്കും പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ, ആ ഒരു സാഹചര്യത്തിൽ അത്രയും ഒരു ബാറ്റിംഗ് ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ അറ്റാക്കിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പിനെ പറഞ്ഞ പോലെ പിടിച്ചു കെട്ടാൻ തക്കവണ്ണം ഉള്ള ഒരു ബോളിംഗ് ലൈനപ്പ് മുംബൈക്ക് ഉണ്ടെന്നുള്ളതാണ്. ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന എന്താണ്? അടിയായിരിക്കും. 200 മണ്ടയ്ക്ക് 240, 280, 300 വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത്. നിങ്ങൾ ഹൈദരാബാദിനെതിരെ കളിക്കാൻ പോകുമ്പോൾ അവിടെയാണ് മുംബൈ വ്യത്യസ്തരാകുന്നത്. കാരണം നമ്മൾ ഹൈദരാബാദിലോട്ട് കളിക്കാൻ ചെല്ലുമ്പോഴത്തേനും നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അവർ ഉയർത്തുന്ന റൺസ് 200 മണ്ടയ്ക്കുള്ള റൺസ് അല്ലെ 250 എന്നുള്ള റൺസ് ചേസ് ചെയ്യാൻ നമ്മുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് കഴിയുമോ എന്നല്ല ചിന്തിക്കുന്നത്. മനസ്സിലായോ? അവരെ ഏറ്റവും കുറഞ്ഞ സ്കോറിന് തളയ്ക്കുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് ബാറ്റിംഗ് ഇപ്പം നിങ്ങൾക്ക് 250, 260 എത്ര വെച്ചാൽ ബാറ്റിംഗ് അത് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ളൊരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെ മുംബൈക്കുണ്ട്. പക്ഷെ അവിടെ വരെ മുംബൈ കൊണ്ടെത്തിക്കത്തില്ല. അതിനു മുമ്പ് തന്നെ എറിഞ്ഞു പൂട്ടിയതിനു ശേഷം ബാക്കി പിന്നെ ബാറ്റിംഗ് സൈഡ് കണ്ട് മോശമാണോ? രോഹിത് ശർമ്മയും റിക്കിൾട്ടനും ഓപ്പണിങ് ഈ പറയുന്ന പോലെ ക്ലിക്കാകാതെ നിന്ന ഒരു സമയത്ത് എല്ലാവരും കിടന്ന ആള് കളിച്ചു. രോഹിത് ശർമ്മ ഈ പറയുന്ന പോലെ പ്രായമായിട്ടുണ്ട്, അതിന്റെ ഇത് കാണിക്കുന്നുണ്ട്, ഇത് ഫോം ഔട്ടാണ്, റിട്ടയർ ചെയ്യണം, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോ എന്ത് പറയാൻ കാണും? ഇനിയിപ്പോ എന്ത് പറയാനുണ്ട്? ഇനിയിപ്പോ എന്ത് കോഴയാണെന്ന് പറയണോ? അതോ ആകെപ്പാടെ ഇഷാൻ കിഷന്റെ ആ ഒരു വിക്കറ്റ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അവൻ എന്തിനാ ഇറങ്ങിപ്പോയെന്ന് ശരിക്കും അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ആ സ്പൈക്ക് കാണിക്കുന്നതിനകത്ത് എല്ലാം ഈ പറഞ്ഞ പോലെ ഈ സാങ്കേതിക വിദ്യകളുടെയാണ്. അതിനകത്തൊക്കെയും ചിലപ്പോൾ തകരാറുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിനകത്ത് ചിലപ്പം ജഡ്ജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു വേരിയേഷൻ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. ചില സമയത്ത് നമ്മൾ കാണുമല്ലോ, ആ ഒരു സ്നിക്കോമീറ്ററിനകത്ത് ആ വരുമ്പത്തേനും ബോൾ ബാറ്റിന്റെ അവിടോട്ട് എത്തുന്നതിന് മുമ്പേ ഈ പറയുന്ന പോലെ വേരിയേഷൻസ് കാണിച്ചു തുടങ്ങും. അപ്പം അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷെ ഔട്ടായതായിരിക്കാം, ക്ലിയർ ആയിട്ട് ഔട്ടായിരിക്കാം. പക്ഷെ അതിനകത്ത് മീറ്ററിനകത്ത് കാണിക്കാൻ പറ്റാതായി അല്ലെങ്കിൽ കിട്ടാതായി പോയതായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇഷാൻ കിഷൻ ഈ പറയുന്നല്ലേ പെട്ടെന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തത്. അതായത് എന്ത് പറഞ്ഞാല് ആ ഒരു സിറ്റുവേഷനിൽ അറിഞ്ഞുകൂടാ എന്തിനാണ് അദ്ദേഹം ഈ ഇറങ്ങി പോയെന്നുള്ള കാര്യം. കാരണം ആരും അപ്പീൽ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, തന്നെ ഇറങ്ങി നടക്കുകയാണ്. അപ്പം തിരിച്ചത് വരുമ്പോഴത്തേനും ഈ പറയുന്ന പോലെ തേർഡ് അമ്പയർ നോക്കുമ്പോഴത്തേനും ഈ പറയുന്ന ടച്ചും ഇല്ല. അപ്പൊ എല്ലാവർക്കും സംശയം എന്താണ്? ഇവൻ കോഴ മേടിച്ചിട്ടുള്ളതാണ് എന്നുള്ളത്. അങ്ങനത്തെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ആർക്കും അതിനകത്ത് പറയാനൊന്നുമില്ല. കാരണം നോക്കുമ്പോ എന്താണ്, ഒരു ആവശ്യമില്ലാണ്ട് ഇറങ്ങി പോവാണ്. അപ്പൊ പറയും അംബാനി കാശ് കൊടുത്ത് ഒതുക്കിയതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാനൊന്നുമില്ല. ഇതിനകത്ത് മുംബൈ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ, കാരണം ഇഷാൻ കിഷൻ മുംബൈ പ്ലെയർ ആയിരുന്നു, അപ്പൊ അതിന്റെ നന്ദി കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ വിമർശകർക്ക് അതേ ഉള്ളു പറയാൻ. അതുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. രോഹിത് ശർമ്മയുടെ 76 പറയാനൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ രോഹിത് ശർമ്മയുടെ 70 പറയാനൊന്നുമില്ലല്ലോ. ആണേ സൂര്യകുമാർ യാദവിന്റെ 19 ബോളിൽ 40 റൺസിനെ പറയാൻ ഒന്നുമില്ലല്ലോ. ബോൾട്ടിന്റെ 4 വിക്കറ്റ് പ്രകടനത്തെ പറയാനൊന്നുമില്ലല്ലോ. അപ്പോ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരുന്നു. 4 വിജയങ്ങളാണ് അടുപ്പിച്ച് ഞങ്ങൾ വിജയിച്ച് കയറിയിട്ട് വന്നിട്ടുള്ളത് മുംബൈ. അപ്പോ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഹേറ്റേഴ്സിനെ പറയാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ഇപ്പം നിങ്ങൾക്ക് പറയാനായിട്ട് രോഹിത് ശർമ്മ ഉണ്ടായിരുന്നു, ഇപ്പൊ അതും ഇല്ല. മറ്റേ തുടർ പരാജയങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ അതും ഇല്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് പിടിക്കാനുള്ളത് ഈ പറയുന്ന കോഴയാണ്, അതാണ് ഇതാണ്, കാശ് മേടിച്ചിട്ടാണ്, അതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞു. അപ്പം ഇവിടെ വരുമ്പോഴത്തേനും
ക്ലാസിന്റെയും ഈ പറയുന്ന പോലെ അഭിനവ് മനോഹറിന്റെയും ഇന്നിങ്സുകളാണ് ശരിക്കും പറഞ്ഞ ഒരു ഇമ്പാക്ട് പ്ലെയർ എന്താണെന്നുള്ളതാണ് മനോഹറിനെ കണ്ടുവേണം പഠിക്കാനായിട്ട്. അവിടെ അവസാന നിമിഷത്തിൽ ഒരു ബാറ്ററിനെ ഇറക്കുമ്പോൾ ഈ പറഞ്ഞ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു അത്യാവശ്യം പൊരുതാവുന്ന ഒരു സ്കോറിലോട്ട് എത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ക്ലാസിന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ അഭിനവ് മനോഹർ അത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. റൺസ് നോക്കുമ്പോഴും ബോൾ നോക്കുമ്പോഴും വലിയ സ്ട്രൈക്ക് റേറ്റിലുള്ള ഒരു ഇന്നിങ്സുകളൊന്നും അല്ല. പക്ഷേ 37 ബോളിൽ 43 റൺസ്, അത് ശരിക്കും പറഞ്ഞാൽ അഭിനവ് മനോഹറിന്റെ മികച്ചൊരു ഇന്നിങ്സ് ആയിട്ട് തന്നെ ഞാൻ കൂട്ടും. കളി തോറ്റോ ജയിച്ചോ അതൊന്നും ഒരു രണ്ടാമത്തെ കാര്യം. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ, കാരണം 100 പോലും എത്തുമോ എന്നുള്ളൊരു ഒരു സാഹചര്യത്തിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു. 35-ന് 5 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതാണ്. അവിടെ 143 എത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ക്ലാസിന്റെ ഇന്നിങ്സ് തന്നെയാണ്. മികച്ച രീതിയിൽ 44 ബോളിൽ 71 റൺസാണ് നേടിയിട്ടുള്ളത്. മികച്ച ഒരു ഇന്നിങ്സ് തന്നെയാണ്, അതിനകത്ത് ഒന്നും പറയാനില്ല. ഒറ്റയാൾ പോരാട്ടമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഒരുപാട് ക്ലാസിന് ഒത്തിരി റെസ്പെക്ട് തോന്നി ക്ലാസിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്നിങ്സിലും. പിന്നെ കീപ്പിംഗ് സമയത്തും ഒക്കെ എനിക്കെന്തോ ഭയങ്കരമായിട്ടും താൻ ഈ പറയുന്ന പോലെ 100% ഒരു നല്ലൊരു മനുഷ്യനാണ് ക്ലാസൻ. പല സാഹചര്യങ്ങളിൽ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ 100% കളിക്കളത്തിൽ ആ ഒരു എഫേർട്ട് ഇടുന്ന ഒരു താരത്തിൽ ഈ പറഞ്ഞ പോലെ മുൻപന്തി നിൽക്കുന്ന ഒരു താരമാണ് ക്ലാസൻ. അപ്പം അദ്ദേഹത്തിന്റെ എഫേർട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ടും ഈ പറയുന്ന പോലെ സന്തോഷിപ്പിച്ചു, അല്ലെങ്കിൽ ഈ വിഷമം തോന്നി. ആ ഒരു എഫേർട്ടിന് മുന്നിൽ അവർക്ക് ജയം ഒരുപക്ഷെ നേടായിരുന്നു. കാരണം അത്രയും നല്ല രീതിയിലുള്ള ഒരു എഫേർട്ടാണ് ക്ലാസൻ കൊടുത്തത്. പിന്നെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും, മുംബൈയുടെ ബോളിങ്ങിലോട്ട് വരുമ്പോൾ ദീപക് ചഹർ 12 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് 4 ഓവറിൽ. അതായത് സ്വിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബോൾ പായുക, ഒന്നും ചെയ്യാനില്ല. അഭിഷേകിനും ഹെഡിനൊക്കെ വന്നിട്ട് ഒരു കാര്യം ചെയ്യാനില്ല. ബോൾട്ട് 4 ഓവറിൽ 26-ന് 4 വിക്കറ്റ്. മികച്ച ഈ സീസണിലെ മികച്ച പ്രകടനം ബോൾട്ട് പുറത്തെടുത്തു. ബുംറയ്ക്ക് ഇത്തവണ വലിയ ഒരു രീതിയിലോട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും 4 ഓവറിൽ 39 റൺസേ പോയിട്ടുള്ളൂ, 1 വിക്കറ്റ്. എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തല്ല് കിട്ടിയത് ഹാർദിക് പാണ്ഡ്യ കിട്ടിയിട്ടുണ്ട്. 3 ഓവറിൽ 31 റൺസ് മേടിച്ചിട്ടുണ്ട്. സാറ്റ്നർ 4 ഓവറിൽ 19 വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷെ എന്തൊരു ഇമ്പാക്റ്റ് ആണെന്ന് നോക്കുക സാറ്റ്നറിന്റെ ഒക്കെ. പിന്നെ മുംബൈയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും അതാണ് ഈ ഹേറ്റേഴ്സ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത കാര്യം. റിക്കിൾട്ടൺ നേരത്തെ തന്നെ പുറത്തായി എങ്കിലും രോഹിത് ശർമ്മ അടുത്ത മത്സരത്തിലും 70+ റൺസ് നേടുന്നു, അല്ലെങ്കിൽ 70 റൺസ് നേടുന്നു. 152 സ്ട്രൈക്ക് റേറ്റിൽ 46 ബോളിൽ 70 റൺസാണ് രോഹിത് ശർമ്മ നേടുന്നത്. വിൽ ജാക്സ് 19 ബോൾ 22. പിന്നെ സൂര്യകുമാർ യാദവ് 19 ബോളിൽ 40. ഒരു രക്ഷയില്ലാത്ത സൂര്യകുമാർ യാദവ് ഒരു രക്ഷയില്ലാത്ത കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരേപോലെ തീയായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന മുംബൈയെ തടുക്കാൻ ഇനി ആരുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ കപ്പ് എടുത്തിട്ടേ പോകത്തുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ആ ഒരു വരവ് തന്നെയാണ്. കാരണം ആറാമത്തെ കപ്പ് മുംബൈ പൊക്കിയിരിക്കും. ആ ഒരു വരവ് തന്നെയാണ് വരുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുംബൈയുടെ തിരിച്ചുവരവിനകത്ത് ഈ തടസ്സം കയറി നിൽക്കുന്നതിനെയൊക്കെ കാര്യം പോക്കാം, ആ ടീമിന്റെ കാര്യം പോക്കാം. അതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല. എന്തായാലും വളരെ സന്തോഷം. എൻ്റെ ഫേവറേറ്റ് ടീമായിട്ടുള്ള മുംബൈ 6ാം സ്ഥാനത്ത് നിന്ന് നേരെ 3-ലോട്ട് വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 8ാം സ്ഥാനത്ത് കടന്നവരാണ്. അവിടുന്ന് അവർ 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ 3ാം സ്ഥാനം വലിയ ഉറപ്പൊന്നുമല്ല. കാരണം മുംബൈ 9 കളിയിൽ നിന്നിട്ടാണ് ഈ പറയുന്ന 10 പോയിന്റ് നേടിയിട്ടുള്ളത്. അതിന്റെ കൂടെ ഈ പറയുന്ന 10 പോയിന്റ് ഉള്ള ടീമുകളിൽ നിന്നും നെറ്റ് റൺ റേറ്റ് കൂടുതലായതുകൊണ്ടാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷെ 8 മത്സരങ്ങളിൽ നിന്നാണ് ബാക്കിയുള്ള 2-3 ടീമുകൾ ഈ പറയുന്ന പോലെ 10 പോയിന്റ് നേടിയിട്ടുള്ളത്. അപ്പൊ അവരാരെങ്കിലും ഒരു ജയിച്ചു കഴിഞ്ഞാൽ അവർ 9 കളിൽ 6 വിജയമായിട്ട് അവർ സ്വാഭാവികമായിട്ടും 3ാം സ്ഥാനത്തോട്ട് കയറും. അപ്പം അത് ഉറപ്പൊന്നും ഇല്ലെങ്കിലും അടുത്ത 2-3 മത്സരത്തിനുള്ളിൽ തന്നെ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ ടോപ്പ് 4 ഉറപ്പിക്കാൻ മുംബൈ ഇന്ത്യൻസിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.